പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്നതായ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ളതായ തിരുവചനങ്ങളാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഖത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കുവാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിൻ്റെ കാല് കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, സഭ ഇന്ന് 40-ാം വെള്ളിയാഴ്ച ആചരിക്കുകയാണ്. ഈ കഴിഞ്ഞ 40 ദിനരാത്രങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ മരുഭൂമിയിലെ അനുഭവം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് മുൻപ് അവിടുന്ന് മരുഭൂമിയുടെ വിജനതയിലേക്ക് നയിക്കപ്പെട്ടു. തൻ്റെ പിതാവിനോട് കൂടെയായിരുന്ന് സംവാദത്തിലൂടെയും സംഭാഷണത്തിലൂടെയും ഈ ലോക ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ ക്രിസ്തു വ്യക്തമായിട്ട് മനസ്സിലാക്കി. തിരുസഭ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും കർത്താവിൻ്റെ ഈ മരുഭൂമിയിലെ അനുഭവം അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനങ്ങളായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പുകാലം. ഇനിയുള്ള 10 ദിനങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വമേറിയ രക്ഷാകര സംഭവങ്ങളെ നാം അനുസ്മരിക്കുകയും അവിടുത്തെ പീഡാനുഭവവും ക്രൂശുമരണവും ഉത്ഥാനത്തിൻ്റെ പുതിയ ജീവൻ പ്രദാനം ചെയ്യുന്നതായ ചൈതന്യവും നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ളതായ തിരുവചനങ്ങളിൽ നമ്മുടെ കർത്താവിനെ പിശാച് പ്രലോഭകൻ പരീക്ഷിക്കുവാനായി കടന്നു വരുന്നതായ ഭാഗമാണ്. 3 പ്രലോഭനങ്ങളാണ് ലൂക്കോസ് സുവിശേഷകൻ ഇന്ന് നമ്മുടെ മുൻപിൽ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ പ്രലോഭനം അപ്പത്തിൻ്റെ പ്രലോഭനമാണ്. ഈ അപ്പത്തിൻ്റെ പ്രലോഭനത്തെ യേശുനാഥൻ ദൈവീകമായ വചനത്തിൻ്റെ ശക്തി കൊണ്ട് നേരിട്ടു. പ്രത്യേകിച്ചും നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തിലെ ഏറ്റവും പ്രശസ്തമായ വചനം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നതായ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. സജീവവും ജീവദായകവും സൃഷ്ടിദായകവും ജീവിതത്തിന് മാറ്റം വരുത്തുന്നതുമായ വചനത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിലുണ്ടാകുന്നതായ സുഖഭോഗങ്ങളുടെ പ്രലോഭനങ്ങളെ നാം നേരിടണം എന്ന് കർത്താവ് ഇന്ന് പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പ്രലോഭനം ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ ഉപരിയായി
അധികാരങ്ങളെയും മഹത്വങ്ങളെയും അംഗീകാരങ്ങളെയും പ്രശസ്തികളെയും സ്വാശ്രയബോധത്തെയുമൊക്കെ ആരാധിക്കുവാനുള്ളതായ ഒരു പ്രലോഭനമാണ്. ഈ പ്രലോഭനത്തെയും നമ്മുടെ ദൈവമായ കർത്താവ് നേരിടുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, പൂജിക്കാവൂ. അധികാരങ്ങളെയും മഹത്വങ്ങളെയും അംഗീകാരങ്ങളെയും പ്രശസ്തികളെയും പൂജിക്കുന്നവൻ ജീവിതത്തിൽ പരാജയപ്പെടും എന്നുള്ളതായ വലിയ ഒരു സന്ദേശമാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ പ്രലോഭനം ഈ ലോകത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രലോഭനമാണ്. ദേവാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഗോപുരത്തിൽ നമ്മുടെ കർത്താവിനെ നിർത്തിയിട്ട് അവിടുന്ന് പറയുന്നു, അവിടുത്തേക്ക് പ്രലോഭനമായി നൽകുകയാണ് കർത്താവിനെ ആത്മീകമായ ഉന്നതിയിൽ നിർത്തിക്കൊണ്ട്. ഉന്നത ഗോപുരത്തിൻ്റെ മുൻപിൽ പോലും പൈശാചികമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാനായി സാധ്യതയുണ്ട് എന്ന് ഈ മൂന്നാമത്തെ പ്രലോഭനത്തിലൂടെ സുവിശേഷകൻ പ്രത്യേകമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് ആ പ്രലോഭനത്തെയും നേരിട്ടത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. കർത്താവിനെ പരീക്ഷിക്കരുത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഈ പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രന് ഒരു പ്രലോഭനത്തെയും കീഴ്പ്പെടുത്തുവാനായി സാധിക്കുകയില്ല എന്നുള്ളതായ വലിയ ഒരു പ്രചോദനമാണ് ഈ സുവിശേഷം ഇന്ന് നമുക്ക് നൽകുന്നത്. അനിശ്ചിതത്വത്തിൻ്റെ മധ്യത്തിലാണല്ലോ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരുകയും വികസിക്കുകയും ചെയ്യുന്നത്. ഈ അനിശ്ചിതത്വത്തിൻ്റെ മധ്യത്തിൽ വളരുന്നതായ വിശ്വാസ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നാം പ്രത്യേകമായി പരിശീലിച്ചിട്ടുണ്ട്. ചെങ്കടൽ കണ്ട് ഭയപ്പെടേണ്ടതായ വ്യക്തികളല്ല നാം, മറിച്ച് അവിടെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്നുള്ളതായ ഉത്തമ ബോധ്യത്തിൽ ജീവിക്കേണ്ടവരാണ്. യോർദാൻ കണ്ട് പിൻവാങ്ങേണ്ടവരല്ല നാം, മറിച്ച് അവിടെ സ്വന്തം പാദം സ്പർശിച്ചുകൊണ്ട് അതിലൂടെ മുന്നോട്ട് ആ യോർദാൻ നദിയെ പിളർത്തി കടന്നു പോകേണ്ടവരാണ്. തീച്ചൂള കണ്ട് ഭയപ്പെടേണ്ടവരല്ല, മറിച്ച് ഈ തീച്ചൂളയുടെ മധ്യത്തിൽ എനിക്ക് ശക്തി നൽകുന്നവനായ ദൈവമുണ്ട് എന്നുള്ളതായ ആ വലിയ ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് തൻ്റെ പരസ്യജീവിതകാലത്ത് പഠിപ്പിച്ചിട്ടുള്ളതായ പ്രാർത്ഥന പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ, പൈശാചികമായ ശക്തികളെ വിജയിക്കുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഈ ആശാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ദുഷ്ട അരൂപികളെ തൻ്റെ പീഡാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ വിജയിച്ചതുപോലെ, ഉത്ഥാനത്തിൻ്റെ നവജീവനിലേക്ക് അവിടുന്ന് പ്രവേശിച്ചതുപോലെ നമുക്കും എല്ലാ ദുഷ്ട അരൂപികളെയും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്തു വെച്ച്, അവിടുത്തെ ഹൃദയത്തോട് ചേർത്തു വെച്ച് നമ്മുടെ ജീവിതത്തിൽ സമർപ്പിച്ച് നമുക്ക് ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.